നമസ്കാരം. ഒരു മാസം, ഈ ഒരൊറ്റ മാസം കൊണ്ട് മാത്രം സംസ്ഥാനത്ത് 2789 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ആരോഗ്യ മേഖലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 99% പൂർത്തീകരിച്ച പദ്ധതികളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ രാജ്യത്ത് ആദ്യത്തേതും ലോകത്ത് മൂന്നാമത്തേതുമായിട്ടുള്ള സമഗ്ര അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. 643 കോടി രൂപയ്ക്ക് കിഫ്ബിയിലൂടെയാണ് ഇതിൻ്റെ കെട്ടിട നിർമ്മാണം സാധ്യമാക്കുന്നത്. കൊച്ചിൻ ക്യാൻസർ സെന്റർ 449 കോടി രൂപ ചെലവഴിച്ചാണ് ക്യാൻസർ സെന്റർ ആധുനിക ഉപകരണങ്ങളോടെ യാഥാർത്ഥ്യമാക്കിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 368 കോടി രൂപയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സജ്ജമാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 279.15 കോടി രൂപ ചെലവഴിച്ച് സർജിക്കൽ ബ്ലോക്ക് സജ്ജമാക്കി. റീജിയണൽ ക്യാൻസർ സെന്ററിൽ 14 നിലകളുള്ള പുതിയ ബ്ലോക്ക് പ്രവർത്തന സജ്ജമായി. മലയൻകീഴ് താലൂക്ക് ആശുപത്രി, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി, കുണ്ടറ താലൂക്ക് ആശുപത്രി, നീണ്ടകര താലൂക്ക് ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, അടൂർ ജനറൽ ആശുപത്രി, കോന്നി മെഡിക്കൽ കോളേജ്, തുറവൂർ താലൂക്ക് ആശുപത്രി, ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി, ചേർത്തല താലൂക്ക് ആശുപത്രി, കോതമംഗലം താലൂക്ക് ആശുപത്രി, ആലത്തൂർ താലൂക്ക് ആശുപത്രി എന്നിങ്ങനെ 19 പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനമാണ് ഈ ഒറ്റ മാസം ആരോഗ്യ വകുപ്പിൽ നടക്കുന്നത്. കണ്ണൂരിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രവും 183 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട്. വിസ്മയകരമായ മാറ്റമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉറപ്പുകൾ പാലിക്കുന്ന പുതിയ കേരളമാണ് ഇടതുപക്ഷം യാഥാർത്ഥ്യമാക്കുന്നത്.